ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മിഡ് റേഞ്ച് ക്യാമറ ആയിരുന്നു R50. അപ്പോൾ ഫാമിലി യൂസിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി പേര് ഓപ്റ്റ് ചെയ്തിരുന്ന ക്യാമറയാണ്. അതുപോലെ തന്നെ വ്ളോഗേഴ്സും നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറയായിരുന്നു R50 രണ്ട് കോംബോ പാക്കുകളിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒന്ന് R50 വിത്ത് 1845 ലെൻസോട് കൂടിയിട്ട്, പിന്നെ അത് കൂടാണ്ട് ഈ ലെൻസിന് കൂടാണ്ട് 55-210 ഒരു സൂം കിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കിറ്റുകളും ജനപ്രിയമായ R50യുടെ രണ്ട് മോഡൽസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഹിറ്റായൊരു മോഡലിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ സക്സസ്ഫുള്ളായിട്ട് വരേണ്ട സ്വാഭാവികമായിട്ടും R50 Mark II എന്നൊരു മോഡലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ വ്ളോഗേഴ്സിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനോൺ പുതുതായിട്ട് കൊണ്ടുവരുന്നൊരു മോഡലാണ് R50V എന്നൊരു മോഡൽ. അതുകൊണ്ടായിരിക്കണം ഇതിനകത്ത് 1430 എന്നൊരു ലെൻസാണ് കിറ്റ് ലെൻസായി കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒരുപോലെ ഈ ക്യാമറ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഒത്തിരി ക്യാമറകൾ നമുക്ക് വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഉപയോഗിക്കാമെങ്കിലും നമ്മൾ എൽ മൗണ്ട് ഉപയോഗിച്ചോ അങ്ങനെ അതിൻ്റെ ഫിറ്റിങ്സിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ഫിറ്റിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്റ്റാൻഡിലും ട്രൈപോഡിലും ഒക്കെ വെക്കുമ്പോൾ. പക്ഷേ ഇതിന് വെർട്ടിക്കലായിട്ട് നമുക്ക് ക്യാമറയിൽ ഒരു ഗിംബലോ അല്ലെങ്കിൽ ഒരു മോണോപോഡോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റിക്കോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ വെർട്ടിക്കലായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺട്രോൾ മോഡ്സ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കൺട്രോൾസ് എല്ലാം ഹൊറിസോണ്ടലായിട്ടും താനെ മാറുന്ന രീതിയിലാണ് വ്ളോഗേഴ്സിന് വേണ്ടി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. R50യുമായിട്ട് എടുത്തു പറയക്കത്ത ഒരു പ്രത്യേകതകൾ ഒന്ന് ഇതാണ്. പക്ഷേ വ്യൂ ഫൈൻഡർ എന്നൊരു ഓപ്ഷൻ ഇതിൽ നിന്ന് കമ്പനി മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നതിനകത്തുകൊണ്ടായിരിക്കണം, വ്ളോഗേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇതിനകത്തുനിന്ന് വ്യൂ ഫൈൻഡർ കമ്പനി മാറ്റിയിട്ടുണ്ട്. പിന്നെ റെക്കോർഡിംഗ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. R50യുടെ പോലെ തന്നെയുള്ള സ്റ്റെബിലൈസേഷൻ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ലോഗ് 3 വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിനിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ലോഗിലൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോഗ് 3 എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ 4Kയിൽ 30 ഫ്രെയിംസ് ക്രോപ്പ് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. 60 ഫ്രെയിംസ് വരെ നമുക്ക് 4K ഷൂട്ട് ചെയ്യാം, പക്ഷേ ചെറിയൊരു ക്രോപ്പ് വരും. ഫുൾ HDയിലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അതും ഓഡിയോ റെക്കോർഡിങ്ങിന് യാതൊരു പ്രശ്നമില്ല. 120 ഓഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. ഇത് ഓഡിയോ യാതൊരു ഡിസ്റ്റോർഷനും ഇല്ലാതെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഈ ക്യാമറയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ IS സ്റ്റെബിലൈസേഷനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഹൈ എൻഡ് ക്യാമറകളിലെ പോലെ സീബ്രാസ് അവൈലബിൾ ആണ്, ഫോൾസ് കളർ ഡിറ്റക്ഷൻ അവൈലബിൾ ആണ്. R50യുടെ വീഡിയോയിൽ നമ്മൾ ഫോൾസ് കളർ ഡിറ്റക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോഗ്രാം നോക്കാണ്ട് തന്നെ ഫോൾസ് കളർ ഡിറ്റക്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ R50യുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഡിഫറൻറ്റ് മോഡ് റെക്കോർഡിങ്ങിന് ഡിഫറൻറ്റ് മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 14 കളർ മോഡ്സ് ഈ ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കാനോണിൻ്റെ R5 Mark II RN ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ലഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. പ്രൊഫഷണൽ എഡിറ്റിങ് ചെയ്ത് ഔട്ട് ഇറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മോഡ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത്യാവശ്യം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ നന്നാവുക. പിന്നെ ലൈവ് സ്ട്രീമിങ്ങിന് ഈസി ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്യാവുന്ന രീതിയിൽ, അതായത് പ്ലഗ് ഇൻ പ്ലേ മെത്തേഡിൽ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു റെക്കോർഡിംഗ് ബട്ടൺ ക്യാമറയുടെ ഫ്രണ്ടിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈവൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നമുക്കൊരു വെബ് ക്യാം ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാമറയാണ്. പിന്നെ ഒരു മൊമെൻറ്റ് സംഭവിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ്, ഒരു 30 സെക്കൻഡ്സ് മുമ്പ് വരെയുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യുമ്പോഴത്തേക്കും എടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് പറയുകയാണെങ്കിലും വീഡിയോയ്ക്ക് നമുക്ക് 100 മുതൽ 12,800 വരെ റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. സ്റ്റില്ലിനാണെങ്കിൽ 100 മുതൽ 32,000 വരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ലോ ലൈറ്റ് പെർഫോമൻസും നല്ലതായിരിക്കും. വളരെ നല്ല ഒരു ക്യാമറ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ കയ്യിൽ ക്യാമറ വന്നതിന് ശേഷം, ഇന്ത്യയിൽ ക്യാമറ വന്നതിന് ശേഷം ഹാൻഡ് ഹെൽഡ് ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ്ഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.